ബി.ജെ.പിയിലേക്ക് ചാടിയതിൽ പിന്നെ പി.സി. ജോർജ് ആരെയും വെറുതെ വിടുന്നില്ല. എല്ലാവർക്കും കണക്കിന് കൊടുത്ത് പി.സി. വിലസുകയാണ്. ഇത്തവണത്തെ ഉന്നം മുൻ ധനമന്ത്രിയും മുതിർന്ന CPM നേതാവുമായ തോമസ് ഐസക്കാണ്. നേതാവിനെതിരെ കടുത്ത വിമർശനം ഉന്നയിച്ചാണ് പി.സി. ജോർജിന്റെ വരവ്. പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിൽ LDF സ്ഥാനാർത്ഥിയായി തോമസ് ഐസക്കിനെ പരിഗണിക്കുന്നുവെന്ന വാർത്തകൾ വരുന്നതിനിടയിലാണ് പി.സി. ജോർജിന്റെ ഈ വിമർശനമെന്നതും ശ്രദ്ധേയമാണ്. കിഫ്ബി കച്ചവടം നടത്തി കേരളത്തെ കടക്കണിയിലാക്കിയ ആളാണ് തോമസ് ഐസക് എന്നായിരുന്നു പി.സി. ജോർജിന്റെ ആരോപണം. കൂടാതെ ആലപ്പുഴക്കാരനായ ഐസക് എന്തിനാണ് പത്തനംതിട്ടയിൽ മത്സരിക്കുന്നതെന്നും പി.സി. ജോർജ് ചോദിച്ചിരുന്നു. പി.സിയുടെ വിമർശനം ഇങ്ങനെ: ഐസക് ധൈര്യമായിട്ട് ഇറങ്ങണം. കിഫ്ബി കച്ചവടം നടത്തി ഇവിടെ 4.5 ലക്ഷം കോടി രൂപ കടമുണ്ടാക്കി നടന്നവനാണ്. വോട്ടും ചോദിച്ചു ചെന്നാൽ ഇവനെ നാട്ടുകാർ അടിക്കും. സംസ്ഥാനത്തെ ഏറ്റവും വലിയ കടക്കണിയിലാക്കിയത് ഐസക്കാണ്. കിഫ്ബി എന്ന ഇടപാട് തന്നെ കൊള്ളയാണ്. അതിന്റെ ആളാരാ? ഐസക്കാണ്. ഐസക് ഉണ്ടാക്കിയതാണ് കിഫ്ബി. ഇങ്ങോട്ട് വരട്ടെ, ഞാൻ ജയിപ്പിച്ചു തരാം എന്നാണ് ഐസക്കിനെതിരെ തുറന്നടിച്ചുകൊണ്ട് പി.സി. ജോർജ് പറഞ്ഞത്. പത്തനംതിട്ടയിലെ സിറ്റിംഗ് MP-യും കോൺഗ്രസ് നേതാവുമായ ആന്റോ ആന്റണിക്ക് നേരെയും പി.സി. ജോർജ് തിരിഞ്ഞു. സഹകരണ തട്ടിപ്പിന്റെ ആശാനാണ് ആന്റോ എന്നായിരുന്നു പി.സിയുടെ ആരോപണം. പത്തനംതിട്ടയിൽ തന്നെ പരിഗണിക്കുന്നതായി ബി.ജെ.പി കേന്ദ്ര നേതൃത്വം അറിയിച്ചിട്ടുണ്ട്. അയ്യപ്പന്റെ മണ്ണാണ് പത്തനംതിട്ട. അവിടെ മത്സരിക്കുന്നതിൽ സന്തോഷമുണ്ടെന്നും മത്സരിച്ചാൽ ജയിച്ചെന്ന് കരുതിയാൽ മതിയെന്നും അതിൽ തർക്കമില്ലെന്നും പി.സി. ജോർജ് പറയുന്നുണ്ട്. SNDP യോഗം സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനെയും പി.സി. പരിഹസിച്ചു. വെള്ളാപ്പള്ളിക്ക് തന്നോട് സ്നേഹം മാത്രമാണ്. തന്നെ ജയിപ്പിക്കാൻ വേണ്ടിയാണ് വെള്ളാപ്പള്ളി സംസാരിക്കുന്നത്. അദ്ദേഹം തോൽക്കുമെന്ന് പറഞ്ഞവർ ജയിക്കുകയും ജയിക്കുമെന്ന് പറഞ്ഞവർ തോൽക്കുകയും ചെയ്യുമെന്നും പി.സി. ജോർജ് പരിഹസിച്ചുകൊണ്ട് പറഞ്ഞു. നേരത്തെ പി.സി. ജോർജിനെതിരെ വെള്ളാപ്പള്ളി നടേശൻ ശക്തമായ ഭാഷയിൽ വിമർശനം ഉന്നയിച്ചിരുന്നു. ഇത്രയും അപഹാസ്യനായ മറ്റൊരു നേതാവില്ല. ദരിദ്രവാസിയും നിലപാടില്ലാത്തതുമായ നേതാവാണ് പി.സി. ജോർജ്. ഉമ്മൻചാണ്ടിയെയും പിണറായിയെയും ചീത്ത വിളിച്ച ആളാണ് പി.സി. ഇപ്പോൾ ആർക്ക് വേണം പി.സി. ജോർജിനെ? ആർക്കും വേണ്ടാതായപ്പോൾ പി.സി. ജോർജ് ബി.ജെ.പിയിൽ ചേർന്നു. ജനപക്ഷം എന്ന പാർട്ടി അങ്ങനെ ജനിക്കുകയും മരിക്കുകയും ചെയ്തു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചാൽ പി.സി. ജോർജിന് ദയനീയ പരാജയമുണ്ടാകും. ബി.ജെ.പിക്കാർ പോലും പി.സി. ജോർജിന് വോട്ട് ചെയ്യുമോ എന്ന സംശയം തനിക്കുണ്ടെന്നുമാണ് പി.സിയെ വിമർശിച്ചുകൊണ്ട് വെള്ളാപ്പള്ളി നടേശൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത്. പത്തനംതിട്ടയിൽ ബി.ജെ.പി ടിക്കറ്റിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥിയാകാമെന്ന പി.സിയുടെ വ്യാമോഹം ഇനി നടക്കില്ല. അതിന്റെ ദേഷ്യമാണ് ഐസക്കിനോടും ആന്റോ ആന്റണിയോടും ഒക്കെ തീർക്കുന്നത്. UDF-ഉം ശക്തരായ സ്ഥാനാർത്ഥികളെ ഇറക്കുമെന്ന് ഉറപ്പായതോടെ ബി.ജെ.പിയിൽ അപസ്വരങ്ങൾ ഉയർന്നിരിക്കുകയാണ്. UDF-നു വേണ്ടി സിറ്റിംഗ് MP ആന്റോ ആന്റണി തന്നെയാകും പത്തനംതിട്ടയിൽ ഇറങ്ങുക എന്നാണ് വിവരം. LDF-നു വേണ്ടി മുതിർന്ന CPM നേതാവ് തോമസ് ഐസക്കിന്റെ പേരും അന്തിമ പട്ടികയിലുണ്ട്. ഇതിനിടെയാണ് NDAയ്ക്ക് വേണ്ടി ബി.ജെ.പി ആരെ ഇറക്കുമെന്ന ചർച്ചയും. പി.സി. ജോർജ് വേണ്ട എന്ന് ജില്ലയിലെ ബി.ജെ.പി നേതാക്കൾ നിലപാടെടുത്തുവെന്നാണ് വിവരം. പ്രധാന മുന്നണികൾ ശക്തരായ സ്ഥാനാർത്ഥികളെ നിർത്തുമ്പോൾ ബി.ജെ.പി മുതിർന്ന നേതാവിനെ തന്നെ ഇറക്കണമെന്നാണ് പാർട്ടിയിലെ പൊതുവികാരം. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ മത്സരിച്ച മണ്ഡലമാണ് പത്തനംതിട്ട. മാത്രമല്ല 3 ലക്ഷത്തോളം വോട്ട് പിടിക്കുകയും ചെയ്തതാണ്. ഇനി വോട്ട് കുറയുന്ന സാഹചര്യമുണ്ടായാൽ നാണക്കേടാകുമെന്ന് ബി.ജെ.പി ഭയക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പി.സിയുടെ കാര്യം വെള്ളത്തിൽ വരച്ച വര പോലെയാണ്. അതാണ് പി.സി ഇത്ര കലിപ്പോടെ സംസാരിക്കുന്നതും.